ഇന്ന് മലയാള സിനിമയിൽ നിറഞ്ഞു നിൽപ്പുണ്ടെങ്കിൽ തന്നെയും ഇതിനകത്ത് നായികമാർ സീമ, നളിനി, അതുപോലെ തന്നെ ഗീത, ഇവരൊക്കെ സീമയൊന്നും അധികം ഏജിലല്ലെങ്കിൽ പോലും അവർക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുകൾ, യാത്രയുടെ ബുദ്ധിമുട്ടുകളുണ്ട്, എത്താൻ പറ്റിയിട്ടില്ല. പക്ഷേ നളിനിയും ഗീതയൊക്കെ വേറെ അന്യഭാഷാ ചിത്രങ്ങളിലെ തിരക്ക് മൂലമാണ് വരാൻ പറ്റാഞ്ഞത്. പിന്നെ ഇതിനകത്ത് അഭിനയിച്ച ക്യാപ്റ്റൻ രാജു, ആ ഒരു കഥാപാത്രം സത്യരാജ് വില്ലൻ, ഏവരും വീണ്ടും കാണുവാൻ ആവശ്യപ്പെടുന്ന ആ വില്ലൻ വേഷമാണ്. പക്ഷേ അദ്ദേഹം കാലയഭിനയക്കുള്ളും മറിഞ്ഞു. അതുപോലെ അഭിനയിച്ച മിക്കവരും ഒട്ടുമിക്ക CI പോൾ, പ്രതാപചന്ദ്രൻ സാർ, അല്ലേ, കുണ്ട്ര ജോണി, അങ്ങനെ പറയാം, അസീസിക, ഇവർക്ക് മലയാള സിനിമയിൽ നിറഞ്ഞ വ്യക്തിത്വമായിരുന്നു. ആവനാഴി ആയിരുന്നു അവരുടെയൊക്കെ ഒരു മാസ്റ്റർ പീസ് ചിത്രം. പക്ഷേ അവരൊന്നും ഈ മഹനീയമായ ചടങ്ങിൽ ഇല്ല എന്നുള്ളത് ദുഃഖകരമായ ഒരു സത്യമാണ്. എങ്കിലും അവരെയൊക്കെ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. മൺമറഞ്ഞു പോയവരാണ്. ആ ഒരു ക്യാരക്ടർ ചെയ്തു വെച്ചിട്ടാണ് അവർ പോയത്. തിക്കുറിശി സുമാൻ അല്ലേ, അദ്ദേഹമൊക്കെ ഒരു മഹനീയമായ കഥാപാത്രമാണ് ചെയ്തിരിക്കുന്നത്. ഒരുപക്ഷെ യുവതലമുറയ്ക്ക് ഇത് വീണ്ടും കാണുമ്പോൾ ഒരു ആവേശമായിരിക്കും. അതിൽ എനിക്ക് പറയുമ്പോൾ തന്നെ കോരിത്തരിക്കും. ആ ഒരു പോലീസ് വേഷം ഒരു ചില്ലറ വേഷമല്ല മമ്മൂക്ക ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ റീമാസ്റ്റർ ചെയ്ത തിരക്കാണ്, പുതിയ സാങ്കേതിക വിദ്യയുടെ കൂടി ഇറങ്ങുകയാണ്. അപ്പം ഈ ആവനാഴി ജനുവരി 17 കേരളത്തിലെ എല്ലാ തിയേറ്ററുകളിലും ഓൾ വേൾഡ് റിലീസാകുകയാണ്. അതിനോടനുബന്ധിച്ച് നടക്കുന്ന ഈ പ്രസ് മീറ്റിൻ്റെ ആദ്യ ചടങ്ങിലേക്ക് ഭദ്രദീപം കൊളുത്തുവാനായി ഈ വിശിഷ്ട വ്യക്തികളെ ക്ഷണിക്കുകയാണ്. 4 പേരും സാർ. നമ്മുടെ ചടങ്ങിന് ഭദ്രദീപം കൊളുത്തിക്കഴിഞ്ഞു. മനോഹരമായി ചടങ്ങ് തുടങ്ങുകയാണ്. ഇപ്പോൾ നിങ്ങളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരാളുടെ വാചകം കേൾക്കാനായിരിക്കും. ഇവിടെ ആവനാഴിയുടെ തലമുതിർന്ന അതിൻ്റെ മെയിൻ സാരഥി ഇവിടെ ഇരിപ്പോട്ട്, നമ്മുടെ സാജ് പ്രൊഡക്ഷൻസിൻ്റെ സാരഥി നിർമ്മാതാവ് സാജൻ വർഗീസ്. ആവനാഴി ഉൾപ്പെടെ ഒട്ടനവധി ചിത്രങ്ങൾ നിർമ്മിച്ചിട്ടുള്ളതാണ്. ഒരുപക്ഷെ അവർ പഴയ കാലഘട്ടങ്ങളിൽ നോക്കിയാൽ മതി, 80കളിലും 90കളിലും നടന്നിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. വീണ്ടും അദ്ദേഹത്തിൻ്റെ നിർമ്മാതാവിൻ്റെ പേരിൽ ചിത്രം 2025 ജനുവരി 17 മുതൽ തിയേറ്ററിൽ എത്തുകയാണ്. നല്ലൊരു സുലഭമായ മുഹൂർത്തമാണ്. അപ്പോൾ അദ്ദേഹം തന്നെ ആ ചിത്രത്തിൻ്റെ ഓർമ്മകളൊന്ന് പങ്കുവെക്കാനായിട്ട് പ്ലീസ് സർ 2 വാക്ക് സംസാരിക്കണം. ആവനാഴിയെക്കുറിച്ച് ചെയറിലിരുന്നിട്ട്
എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എൻ്റെ കരിയറിലെ അവസാനത്തെ പടം 1991 രണ്ടാം വരവെന്ന പടമായിരുന്നു. അതിനുശേഷം വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് സിനിമാ മേഖലയിലുള്ള നിങ്ങളെ എല്ലാവരെയും കാണുവാൻ സാധിച്ചത്. നിങ്ങൾ പലരെ എനിക്ക് പരിചയമില്ല, കാര്യം നിങ്ങളെല്ലാം പുതിയ യുഗത്തിൻ്റെ മാധ്യമ പ്രവർത്തനത്തിൽ പങ്കാളി ആയവരാണ്. ഈ ആവനാഴി എന്ന ഈ മൂവിയെ പറ്റി പറയുമ്പോൾ, ഇത് സെപ്റ്റംബർ മാസം 12-ാം തീയതി 1986 അത് റിലീസ് ചെയ്തത്. അന്ന് വരെ ഇപ്പോഴത്തെ മെഗാസ്റ്റാർ മമ്മൂട്ടി സൂപ്പർ സ്റ്റാർ ആണെങ്കിൽ പോലും ഈ ഒരു പടമാണ് അദ്ദേഹത്തിനൊരു വൻ ബ്രേക്കായി സംഭാവന ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണ് പുള്ളിയുടെ ആ ഒരു ഇൻസ്പെക്ടർ ബൽറാം എന്നൊരു പേര് ഉണ്ടാവുകയും പിന്നീട് ഇൻസ്പെക്ടർ ബൽറാം എന്ന പേരിൽ തന്നെ പടങ്ങൾ വരികയും പിന്നെ വളരെയധികം പോലീസ് വേഷങ്ങളുള്ള പടങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. പക്ഷേ എനിക്ക് അഭിമാനത്തോടുകൂടി പറയാൻ സാധിക്കുന്നത്, ഇപ്പോഴും ആവനായി പോലുള്ള ഒരു പടം ഉണ്ടായിട്ടില്ല. IV ശശി എന്നുള്ളൊരു കലാകാരൻ്റെ അദ്ദേഹത്തെ പോലെ ഒരു ക്രാഫ്റ്റ്മാനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. വളരെയധികം ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ അവനാഴിയുടെ അവസാനത്തെ ക്ലൈമാക്സ് എന്നൊക്കെ പറയുന്നത് റിയൽ പോലീസുകാരെ നമ്മുടെ ക്യാമ്പിൽ നിന്നൊക്കെ അന്നത്തെ സാധ്യത ഉപയോഗിച്ച് കിട്ടുകയും അവരെയൊക്കെ ഒരേ ഫ്രെയിമിൽ നിലനിർത്തിക്കൊണ്ട് വളരെ നല്ല രീതിയിൽ അത് പിക്ചറൈസ് ചെയ്യാൻ IV ശശിയെ പുലരാക്കാൻ സാധിക്കുകയുള്ളൂ. ഈ പടം നമ്മൾ കാണുമ്പോൾ ആദ്യം തൊട്ട് ശ്വാസം അടക്കി പിടിച്ചിരുന്നാണ് കണ്ടുകൊണ്ടിരുന്ന ആ കാലഘട്ടത്തിൽ. അന്നത്തെ കാലത്ത് ആ കാലഘട്ടത്തിൽ ഏകദേശം 1.5 കോടി രൂപയോളം എനിക്ക് ലാഭമുണ്ടാക്കി തന്നൊരു പടമാണ് ഈ ആവനാഴി. ഇന്ന് ആ കോടികളൊന്നും അല്ല. ഇന്ന് ക്ലബ്ബ് 100 കോടി ക്ലബ്ബ്, 50 കോടി ക്ലബ്ബ് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അന്നത്തെ കാലത്ത് ഏകദേശം 38 വർഷം മുമ്പ് മലയാള സിനിമയിലെ ഒരു സൂപ്പർ ഹിറ്റ് പടമായിട്ടാണ് ആവനാഴി അന്ന് ജനങ്ങൾ സ്വീകരിച്ചത്. ഈ അടുത്ത കാലത്ത് മിസ്റ്റർ പവൻകുമാർ എന്നെ വന്ന് കാണുകയും ഇത് പുതിയ സൗണ്ട് സിസ്റ്റത്തിൽ അറ്റ്മോസ്ഫിയറിലൊക്കെ ചെയ്താൽ വളരെ നന്നായിരിക്കുമെന്ന് അഭിപ്രായം ചെയ്തു. അങ്ങനെ ഞങ്ങളൊരു ധാരണയിലെത്തുകയും ഇത് റിലീസ് ചെയ്യാൻ വേണ്ടി ഞാൻ അദ്ദേഹത്തെ ഏൽപ്പിക്കുകയും ചെയ്തു. വളരെ നല്ല രീതിയിൽ വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ടീച്ചറൊക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത്. നല്ല രീതിയിൽ വരട്ടെ. നല്ല രീതിയിൽ വന്നു കഴിഞ്ഞാൽ ഇതേപോലുള്ള നല്ല സിനിമകൾ ഇനിയും ഇതുപോലെ റിലീസ് ചെയ്യാൻ ഓരോരുത്തർ മുമ്പോട്ട് വരുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എന്നെ ആവശ്യമുണ്ട്. നിങ്ങൾ നല്ല രീതിയിൽ ഇത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ, ഇന്നത്തെ കാലത്ത് പ്രൊമോഷനാണ് ഏറ്റവും പ്രധാനം. ഏത് സിനിമ വിജയിക്കണമെങ്കിൽ പ്രൊമോഷൻ വേണം. വളരെ പ്രതീക്ഷിക്കാത്ത പല പടങ്ങളും സൂപ്പർ ഹിറ്റായി വരുന്നുണ്ട്. അതൊക്കെ പ്രൊമോഷൻ, ഓൺലൈൻ പ്രൊമോഷനാണ് അതിൻ്റെ പ്രധാനം. നിങ്ങളുടെ എല്ലാ സഹകരണം ഞാൻ അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. വളരെ നന്ദി സാർ, വിലയേറിയ വാക്കുകൾ. അതോടൊപ്പം തന്നെ ഇതിനകത്ത് മഹാരഥന്മാർ രണ്ടുപേരും ഇന്ന് ജീവിച്ചിരിപ്പില്ല എന്നുള്ള യാഥാർത്ഥ്യം തുറന്നു പറയുമ്പോൾ തന്നെ നമുക്ക് ആലോചിക്കണം. IV ശശി എന്ന പറഞ്ഞത് വളരെയധികം എത്രയും ആർട്ടിസ്റ്റുകളെ നിർത്താമോ അത്രയും ആർട്ടിസ്റ്റുകളെ മുൻനിർത്തി പടം ചെയ്യാൻ പറ്റുന്നൊരു സംവിധായകനാണ് അന്നത്തെ കാലത്ത്.
ഒരു ഫ്രെയിമിൽ ഒരു 100 പേരെ ഉൾപ്പെടുത്താൻ 100 പേരെ ഉൾപ്പെടുത്തും. അവർക്കെല്ലാം പ്രാധാന്യം നൽകുന്ന ഒരു സംവിധായകൻ. അതോടൊപ്പം തന്നെ ടി ദാമോദരൻ്റെ അതിശക്തമായ തിരക്കഥ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച തിരക്കഥാകൃത്താണ്. അദ്ദേഹവും മൺമറഞ്ഞുപോയി. പക്ഷേ ഈ ഒരു ചിത്രത്തിൻ്റെ ഒരു വരവോടുകൂടി ഒരു നമ്മുടെ ജനറേഷൻ, ന്യൂ ജനറേഷൻ ആവേശഭരിതമായി കാത്തിരിക്കും, കാണും എന്ന് തന്നെ തീർച്ചയാക്കാം അല്ലേ? ആവനാഴിയുടെ റീമിക്സിംഗ് സ്റ്റൈൽ. അതോടൊപ്പം തന്നെ ഇത് വിതരണം ചെയ്യും നമ്മുടെ ട്രാവൻകൂർ കൊച്ചിൻ ഏരിയ ഏറ്റെടുത്ത് വിതരണം ചെയ്ത സ്നേഹ മൂവീസിൻ്റെ ഉടമസ്ഥൻ നെൽസൺ 2 വാക്ക് സംസാരിക്കും. നമസ്കാരം. ആവനാഴി എന്ന ചിത്രം 38 വർഷങ്ങൾക്ക് മുമ്പ് പ്രൊഡ്യൂസ് ചെയ്ത ഷാജൻ സാറ് നമ്മളോടൊപ്പമുണ്ട്. അദ്ദേഹം ആ ചിത്രത്തെപ്പറ്റി വളരെ മനോഹരമായിട്ട് അന്ന് ആ ചിത്രം വിജയിച്ചതും ആ വിജയത്തിന് ജനങ്ങൾ നൽകിയ സപ്പോർട്ടും എല്ലാം വളരെ വിശദമായി വിശദീകരിക്കുകയുണ്ടായി. ഇപ്പോൾ റിലീസ് ചെയ്യുന്ന ആവനാഴി ജനുവരി 17-ാം തീയതി കേരളത്തിലെ ഏകദേശം 80-100 തിയേറ്ററുകളോളം പ്രദർശിപ്പിക്കുകയാണ്. ഈ 100 തിയേറ്ററുകൾ പ്രദർശിപ്പിക്കുമ്പോൾ ഈ ന്യൂ ജനറേഷൻ ഈ സിനിമ കണ്ട ഈ സിനിമയെ വൻ വിജയത്തിലേക്ക് എത്തിക്കണമെങ്കിൽ അതിൽ മുഖ്യ പങ്ക് വഹിക്കേണ്ടത് മാധ്യമപ്രവർത്തകരാണ്. കാരണം ഒരു സിനിമയെ നന്നാക്കാനും ഒരു സിനിമയെ മോശമാക്കാനും മാധ്യമപ്രവർത്തകർക്ക് മാത്രമാണ് സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങളുടെ ഏവരുടെയും സഹായം ഈ ആവനാഴി എന്ന ചിത്രത്തിനുണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. വളരെ നന്ദി. അടുത്തതായി നമ്മളോട് സംസാരിക്കുന്നത് മുതിർന്ന സിനിമാ പ്രവർത്തകൻ, അതിലുപരി പല്ലാങ്കുഴി എന്ന ചിത്രം സംവിധാനം ചെയ്ത് സാംബശിവൻ എന്ന അതുല്യ കഥാകാരൻ എന്ന കഥാപ്രസംഗം ആ ഖാദികിനെ വെള്ളിത്തിരയിൽ നായകനായി അഭിനയിപ്പിച്ചുകൊണ്ട് സംവിധാനം ചെയ്ത സംവിധായകനാണ് നമ്മുടെ മുന്നിലിരിക്കുന്നത്. എൻ ശ്രീധരൻ സാറിനെ 2 വാക്ക്. ആവനാഴിയൊക്കെ റിലീസിങ് സമയത്ത് നല്ല ആവേശത്തോടെ കണ്ടിരുന്ന വ്യക്തിയാണ് അല്ലേ കൂടെ ഉണ്ടായിരുന്നത്. അപ്പം പുതിയ തലമുറയ്ക്കൊന്ന് പറഞ്ഞു കൊടുക്കും അതിൻ്റെ കാര്യങ്ങളൊക്കെയുള്ളത്. നമസ്കാരം. എനിക്ക് വ്യത്യസ്തമായ ചില അഭിപ്രായം പറയാനുണ്ട്. അത് ഞാനൊന്ന് സൂചിപ്പിക്കുന്നു. ഈ കാലഘട്ടത്തിൻ്റെ ഈ മാറ്റം അനുസരിച്ച്, സാങ്കേതിക വിദ്യയുടെ ഈ മാറ്റം അനുസരിച്ച് സിനിമയിൽ പുതിയ പല കാര്യങ്ങളും ചെയ്യും. പുതിയതായിട്ടല്ല, പഴയതിനെ പുതിയ തലമുറയ്ക്ക് ആസ്വാദ്യകരമായ രീതിയിൽ അതിനെ പാകപ്പെടുത്തിയെടുക്കാനുള്ള ടെക്നോളജി ഇപ്പോൾ വളർന്നിട്ടുണ്ട്. ഞാൻ വരുന്നത് ഇവരുടെ ഐ.വി. ശശി, അരിയനെല്ലാം ഒന്നിച്ച് പ്രവർത്തിച്ചിട്ടുള്ള ഒരു സഹപ്രവർത്തകനാണ് ഞാൻ. അവരുടെയൊക്കെ അപാരമായ കഴിവ് കൊണ്ട് ഞാൻ അന്തം വിട്ട് നോക്കി നിന്നിട്ടുണ്ട്. ഞാൻ ആ സമയത്തൊക്കെ ഞാനുമുണ്ട്. വളരെ അടുത്ത സുഹൃത്താണ് ശശി. ഞങ്ങളെ കുറിച്ച് താമസിച്ചിട്ടുണ്ട്. ആ കൂടൊക്കെ സഹകരിച്ചെങ്കിലും ശശിയൊക്കെ ചെയ്യുന്ന കണ്ടാകുമ്പോൾ വളരെ അതിശയത്തോടെ നോക്കി നിന്നിട്ടുണ്ട്. അപാര കഴിവുള്ള ഒരു കലാകാരനാണ്. അതുപോലെ അരിയൻ. അന്നൊന്നും സിനിമാധികമില്ല, വിശ്വം. അതൊക്കെ കഴിഞ്ഞ് അപ്പോൾ അങ്ങനെയൊക്കെ ഈ കാലഘട്ടത്തിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കഴിഞ്ഞിട്ട് കളറിലേക്ക് വന്നു. വലിയ മാറ്റം വരുത്തി ആ തലമുറയിൽ ഒരു വലിയ അതിശയമായിരുന്നു സിനിമ. പുതിയ സാങ്കേതിക വിദ്യ വളർന്നു കഴിഞ്ഞപ്പോൾ ഈ ഡോൾബി സിസ്റ്റം വന്നു, 4K വന്നു. അപ്പോൾ അതിനകത്തുള്ള ഒരു മാറ്റം പുതിയ സിനിമയിലെല്ലാം അത് വളരെ പ്രകടമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ പഴയ സിനിമ ആ രീതി പാകപ്പെടുത്തിയെടുത്തപ്പോൾ അത് ആസ്വദിക്കാൻ പറ്റുന്നുണ്ടെന്നുള്ളൊരു ഇറങ്ങിയ പടങ്ങളൊക്കെ ഇന്ത്യക്ക് വിജയം നോക്കിയപ്പോൾ അത് വളരെ വിജയമായിട്ട് തോന്നുന്നു. അപ്പോൾ ഇത് മുന്നോട്ട് കൂടെ നന്നായി വരുമെന്ന് വിശ്വസിക്കുന്നു. റീമാസ്റ്ററിങ് എനിക്ക് പറയാനുള്ള ഒരു പ്രത്യേക കാര്യം, റീമാസ്റ്ററിങ്ങിൻ്റെ രംഗത്തേക്ക് നമ്മൾ പുതിയ തലമുറയ്ക്കും പഴയ തലമുറയ്ക്കും ആസ്വദിക്കാവുന്ന രീതിയിൽ നമ്മൾ ക്ലാസിക് സിനിമകളുണ്ട്. പഴയ പ്രധാനമായിട്ട് എടുത്തു പറയാനുള്ള ഇരുട്ടിൻ്റെ ആത്മാവ്, നിർമാല്യം, ഓളവും തീരവും, അങ്ങനെ കുറേ ഹിറ്റ്. ഈ പുതിയ ജനറേഷൻ അത് ഈ പുതിയ ടെക്നോളജി ഉപയോഗിച്ചിട്ട് അതുകൂടെ റീമാസ്റ്റർ ചെയ്യുകയാണെങ്കിൽ വളരെ വളരെ വിജയമായിരിക്കും എന്നൊരു തോന്നലുണ്ട്. അതിന് സാറിനെ പോലുള്ള ആളുകൾ അതിലൂടെ ഒന്ന് ശ്രദ്ധ കൊടുത്താൽ നന്നായിരിക്കും എനിക്ക്. അത്ര വലിയ എക്സ്പെൻസീവ് അല്ലല്ലോ. ഇവർ കണ്ടിട്ടില്ല നിർമാല്യം. അതിൻ്റെയൊക്കെ പ്രമേയം അത്ര വളരെയധികം മെച്ചപ്പെട്ട പ്രമേയങ്ങളാണ് എല്ലാത്തിനും. ഇരുട്ടിൻ്റെ ആത്മാവ്, പ്രേംനസീറിന് അംഗീകാരങ്ങൾ കിട്ടിയ പടങ്ങൾ, പഴയ കുറേ പടങ്ങളുണ്ട്. അത് പുതിയ ജനറേഷന് ആസ്വദിക്കത്തക്ക രീതിയിൽ
സാങ്കേതികവിദ്യ അതിനുവേണ്ടി ഉപയോഗിച്ച് ചെയ്യുമ്പോൾ അതൊരു വലിയൊരു മാറ്റമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കുറേയേറെ സിനിമകളുണ്ട് ഞാൻ കൂടെ പ്രവർത്തിച്ചിട്ടുള്ളതും എനിക്കറിയാവുന്നതും ഞങ്ങളൊക്കെ അന്ന് കണ്ട് വളരെ ആസ്വദിച്ചിട്ടുള്ള സിനിമകളാണ് ഈ നിർമ്മാല്യം, ഇരുട്ടിൻ്റെ ആത്മാവ്, ഓളവും തീരവും, അങ്ങനെ കുറേ അതൊക്കെ റീമാസ്റ്റർ ചെയ്താൽ എങ്ങനെയാകും എന്നറിയത്തില്ല. അതിനോടൊരു ശ്രമം നടത്തിയാൽ പുതിയ ജനറേഷൻ അതൊരു അറിവ് പകർന്നു കൊടുക്കുകയും പുതിയൊരു സംസ്കാരത്തിൻ്റെ ചുവടുവയ്പ് കൊണ്ടായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് അതുകൂടെ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് അത് സാജൻ സാറിനോട് പ്രതികരിച്ചു. ഇതിനൊക്കെ സാറ് ആരംഭിച്ചു വെച്ച ഇത് വളരെ വിജയമാണ്. എനിക്ക് സാജൻ സാറിനെ നേരത്തെ അതേ ഓർമ്മ ഉണ്ടാവും തോന്നുന്നത്. ഞാനും കോട്ടയംകാരനാണ്. അപ്പോൾ സാറ് അന്നത്തെ നല്ല പ്രൊഡ്യൂസേഴ്സ് എല്ലാം കോട്ടയത്തായിരുന്നു. ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും എനിക്ക് തോന്നുന്നു. അത്ര വലിയ എക്സ്പെൻസീവ് അല്ല. പഴയ നല്ല നീലക്കുയിൽ, അതുപോലെ ഈ പാർക്കിംഗ് നിലയം, അതൊക്കെ നല്ല മ്യൂസിക്കലായിട്ടും എല്ലാം വളരെ വ്യത്യസ്തമായ സാധനങ്ങൾ. ഈ ജനറേഷൻ അത് ആസ്വദിക്കാവുന്ന രീതിയിൽ സാങ്കേതികവിദ്യ വളരെ മെച്ചപ്പെട്ട സ്ഥിതിക്ക് അതിനെ ഡോൾബിയിലൂടെയൊക്കെ അവതരിപ്പിക്കും. ഇപ്പോൾ ചെമ്മീൻ അതൊക്കെ നമ്മൾ ഈ മഴയൊക്കെ പെയ്യുമ്പോൾ തലവെള്ളം വീഴുന്നതുപോലും അത്ര എഫക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അതിലേക്കൂടെ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് ഞാൻ പ്രത്യേകിച്ച് സാറിനോട് ഓർപ്പിക്കുന്നത്. അത്ര വലിയ കാര്യമൊന്നും അല്ലെന്ന് എനിക്ക് തോന്നുന്നു. അത് പുതിയ ജനറേഷൻ അതൊരു അറിവും ഈ തലമുറയ്ക്ക് ഒരു പുതിയ വഴിത്തിരിവും കൂടെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. സിനിമയുടെ ടെക്നോളജി അത്രയധികം വളർന്നിട്ടുണ്ട്. ഇനിയും സിനിമയുടെ സാങ്കേതികവിദ്യ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇതേ പറ്റിയൂടെ ഒന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. താങ്ക്സ്. നന്ദി. ഇനി സംസാരിക്കാനുള്ള വ്യക്തി ഈ പരിപാടിയുടെ ചുക്കാൻ പിടിക്കുന്നത് മാത്രമല്ല, നിരവധി ചിത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ സൈഡിലൂടെ ഇറങ്ങുകയാണ് ചുമതലയിലൂടെ ഇനി അങ്ങോട്ട്. അതിൻ്റെ ആദ്യപടിയായിട്ട് ആവനാഴി ഇറക്കുന്നു. ഇതിൻ്റെ ഔട്ട്സൈഡ് കേരള ഡിസ്ട്രിബ്യൂഷൻ റോഷിക എൻ്റർപ്രൈസ്, ഇതിൻ്റെ ഓണറായ ശ്രീ പവൻകുമാർ. അതുമാത്രമല്ല മലയാള സിനിമയിൽ നിരവധി ചിത്രങ്ങൾ അന്യഭാഷകളിൽ നമ്മുടെ പടം കാണുവാൻ വേണ്ടി എല്ലാവർക്കും അവസരം ഒരുക്കി കൊടുത്തൊരു നിർമ്മാതാവാണ് പവൻജി. മിക്ക പടങ്ങളിലെയും തമിഴ്, ഹിന്ദിയ കൂടുതൽ, ഹിന്ദി അന്യഭാഷ ഡബ്ബിംഗ് റൈറ്റ്സുകൾ ഒക്കെ കൊടുത്തു. മിക്ക പടങ്ങളിലും മിക്ക ആർട്ടിസ്റ്റും മലയാളം സംസാരിച്ച് നമ്മൾ യൂട്യൂബിൽ നമുക്ക് ഹിന്ദിയിൽ ഡബ് ചെയ്ത് കാണാം. അതിൻ്റെ കാരണക്കാരൻ ഇവിടെ റിപ്പോർട്ട് ഡബ്ബിംഗ് റൈറ്റ്സിൻ്റെ ഒരു എന്താ പറയുക അമരക്കാരനാണ് മലയാള സിനിമയിൽ. അദ്ദേഹത്തിനാണ് ഈ ബുദ്ധി ആശയം തോന്നിയത് ആവനാഴി വീണ്ടും എത്തിച്ചാൽ എന്താണെന്ന്. പിന്നെ വേറെ സർപ്രൈസ് കൂടെ നമ്മുടെ മാധ്യമപ്രവർത്തകർക്ക് തരാൻ അദ്ദേഹം റിപ്പോർട്ട്. കാര്യം ഈ ആവനാഴി കഴിഞ്ഞ് ഇറങ്ങുന്ന വേറൊരു സർപ്രൈസാണ്. അതിനകത്ത് ഒരു എന്താ ഞാൻ പറയുന്നില്ല, പറഞ്ഞോളാം. അതുകൂടെ അദ്ദേഹം പറയും. കാര്യം ഇന്ന് മലയാളികൾ ജീവിച്ചിരിപ്പില്ല, പക്ഷേ എല്ലാവരുടെയും മനസ്സിൽ ജീവിച്ചിരിപ്പുള്ളൊരു നടനുണ്ട്. ആ നടൻ്റെ ഉദയമായ ചിത്രം വീണ്ടും എത്തിക്കുകയാണ്. അതിനെക്കുറിച്ച് കൂടുതൽ ആ സസ്പെൻസ് എന്താണെന്നുള്ള ഹാപ്പി ന്യൂസ് നിങ്ങൾക്കായി പവൻകുമാർജി ഷെയർ ചെയ്യും. രണ്ടു വാക്ക് സംസാരിക്കണം അവനാഴിയെക്കുറിച്ചും നമ്മുടെ അടുത്ത പ്രൊജക്റ്റിനെ കുറിച്ചും. നമസ്കാരം. ആക്ച്വലി എൻ്റെ ലാംഗ്വേജ് ചിലപ്പോൾ പ്രശ്നമുണ്ടാകുന്ന നോർത്ത് ഇന്ത്യനാണ്. കേരളത്തിൽ 9% ഈ ഫീൽഡിൽ പണ്ട് 83 ഫീൽഡിൽ പണ്ട് മമ്മൂട്ടിയുടെ ഈ സമയത്ത് ഓഡിയോ കേസറ്റ് ആ രാത്രി പറഞ്ഞ പടത്തിൻ്റെ വെച്ചിട്ട് നമ്മൾ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ 94 ഞാൻ പടം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ദിലീപിനെ വെച്ചിട്ട് ആദ്യം പടം നമ്മളെ പടത്തിന് വെച്ചിട്ട് നായകനാവണം. മലയാള മാസം തിങ്കാവണ്ണൻ. നമ്മൾ 150 സിനിമയുടെ ഓഡിയോ റൈറ്റ്സ്, 900 സിനിമയുടെ VCD DVD റൈറ്റ്സ് മേടിച്ചിട്ടുണ്ട്. കുറേ തെലുങ്കിന് മലയാളം ഡബ് ചെയ്തിട്ടുണ്ട്. മോർ ദാൻ 200-300 സിനിമയുടെ ഹിന്ദി ഡബിങ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ മാമാങ്കം, ബിഗ് ബ്രദർ, കായംകുളം, കൊച്ചുണ്ണി ഇങ്ങനെ വലിയ സിനിമയുടെ എല്ലാം നോർത്ത് ഇന്ത്യൻ ഡബിങ് റൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഈ ആവനായി പറഞ്ഞ ഇതിൻ്റെ VCD DVD ഇറക്കിയാണ് 2010. അപ്പോൾ ഇതിൻ്റെ ഈ സമയത്ത് ഓൾറെഡി ഞാൻ നെഗറ്റീവിനെ ട്രാൻസ്ഫർ ചെയ്ത് പ്രിൻറ്റ് നമ്മുടെ കയ്യിലുണ്ടായി. പിന്നെ മലയാളം സിനിമ പറഞ്ഞാൽ എല്ലാ സിനിമ നമ്മൾ കാണും. നമ്മുടെ സിനിമയുടെ ബന്ധമാണ്. കാരണം സിനിമയിൽ പണ്ട് പാട്ട് എടുക്കുമ്പോൾ കുറേ സിനിമയിൽ പാട്ട് കട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ മേടിക്കുന്ന ഓരോ സോങ്സിൻ്റെ വെച്ചിട്ട് കാശ് കൊടുക്കണം. അങ്ങനെ പ്രത്യേകിച്ച് എല്ലാം സിനിമ കാണും. ഏത് സിനിമ ഹിറ്റാണ്, ഏതാ ഒരുമാതിരി സിനിമ അത്ര സിനിമ ഓടിയിട്ടുണ്ട്, ഏതാ ക്ലാസിക്കൽ സിനിമ, കുറേ ഐഡിയ ഉണ്ടായി. ഇങ്ങനെ ഈ ആവനായി പറഞ്ഞ മോഹൻലാലിൻ്റെ 2-3 സിനിമ റിലീസ് ചെയ്തപ്പോൾ ദേവദൂതൻ, മണിച്ചിത്രത്താഴം, സ്ഫടികം ചെയ്തപ്പോൾ ഒരു മമ്മൂട്ടിയുടെ ഒരു സിനിമ അവിടെ മമ്മൂട്ടിയുടെ മേടിക്കാൻ സമയത്ത് മമ്മൂട്ടിയുടെ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുണ്ടായില്ല. ഇത് കഴിഞ്ഞിട്ട് ഇയാളുടെ മുമ്പ് ഇത് കഴിഞ്ഞിട്ട് വലിയേട്ടനെല്ലാം വന്ന് നമ്മൾ കുറച്ച് വർക്ക് ചെയ്യാൻ വേണ്ടി കുറേ താമസിച്ച് പോയി. കാരണം കറക്റ്റ് ക്വാളിറ്റി 7.1 ഡോൾബിലാക്കാണ്ട് കുറച്ച് ലേറ്റായിപ്പോയി. നന്നായിട്ട് നമ്മൾ ഈ വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ അവനെ മാക്സിമം വർക്ക് ചെയ്തിട്ട് അയക്കിയിട്ടുണ്ട്.
അപ്പോൾ ഇതിപ്പോൾ 17-ാം തീയതി 3-ാം തീയതി റിലീസ് വെച്ചാണ്. കുറച്ച് തിയേറ്ററിൻ്റെ പ്രശ്നമുള്ള കാരണം 17-ാം തീയതി റിലീസ് ഇപ്പോൾ കൺഫേം ആക്കിയിട്ടുണ്ട്. അടുത്ത ഇനി കുറേ സിനിമ ഇവിടെ അടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത മാസം ഫെബ്രുവരി 28-ാം തീയതി നമ്മൾ ജയൻ്റെ സിനിമ 2 സിനിമ ഇപ്പോൾ റൈറ്റ്സ് മേടിച്ചിട്ടുണ്ട്. ചെന്നൈയിൽ വർക്ക് നടക്കുന്നുണ്ട്. മീൻ പറഞ്ഞ സിനിമ ജയൻ്റെ ശരപഞ്ചനം. ആദ്യം പറയാൻ പോകുന്ന ഫിലിം ശരപഞ്ചനാണ്. ഇതിൻ്റെ വർക്ക് ഒരുമാതിരി ആയി ഫെബ്രുവരി 28-ാം തീയതി റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമയാണ്. മീനിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. ഇങ്ങനെ പിന്നെ 1-2 മോഹൻലാലിൻ്റെ സിനിമ കൂടി എല്ലാം സംസാരിച്ച് ആക്കിയിട്ടുണ്ട്. റിലീസോടെ നമുക്ക് പുതിയ സിനിമ ചിലപ്പോൾ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ കോസ്റ്റ് കൂടി നമ്മൾ ബഡ്ജറ്റിൽ നമ്മൾ ഈ ബിസിനസ് ആയി കാരണം അങ്ങനെ ഇതിൻ്റെ ഒരു പുതിയ രംഗത്ത് ഒരു ട്രൈ ചെയ്ത് നോക്കണതാണ്. അത്ര സക്സസ് ആവും നമുക്ക് അറിയില്ല. നമുക്ക് പിന്നെ എല്ലാം ഡബിങ് റൈറ്റ്സ് എല്ലാം ലാംഗ്വേജിലും ഉണ്ട്. കാരണം അവർ മാക്സിമം ട്രൈ ചെയ്തിട്ട് ആദ്യം ആവനായി പറഞ്ഞ സിനിമ ഇറക്കാൻ പോകണം. അയാളുടെ മുമ്പ് തമിഴ് സിനിമ ഗജനി പറഞ്ഞ സിനിമ റീമാസ്റ്റർ ചെയ്തിട്ട് 5-6 മാസം മുമ്പ് തിയേറ്ററിലൂടെ ഇറക്കിയിട്ടുണ്ടായി. തമിഴ്നാട്ടിൽ ഈ സിനിമ അത്ര ഓടിയില്ല. ഈ കേരളത്തിൽ ഈ സിനിമ ഭയങ്കര സൂപ്പർ സക്സസ് ആണ്. ഇവിടെ നമ്മുടെ സൂര്യയുടെ ഫാൻസ് എല്ലാം ഡിമാൻഡുള്ള ആദ്യത്തെ ദിവസം പടം ഭയങ്കര ഫുള്ളുണ്ടായി. കേരളത്തിൽ തന്നെ എനിക്ക് 1 കോടിയിലൂടെ മേലെ കളക്ഷൻ ഉണ്ടായി. ഒരു നല്ലൊരു സിനിമ നമ്മൾ ചെയ്തിട്ടുണ്ട്. മാക്സിമം നല്ല സിനിമ തിയേറ്ററിൽ വരാൻ വേണ്ടിയാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ അടുത്ത ഇനി നമ്മൾ 2 മമ്മൂട്ടിയുടെ കഴിഞ്ഞിട്ട് 2 ഇനി അടുത്ത ജയൻ്റെ സിനിമ ഇറങ്ങാൻ പോകണം. പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. താങ്ക് യു. ഇനി പുതുതലമുറയിലെ മാധ്യമപ്രവർത്തകർക്ക് നമ്മുടെ പ്രശസ്ത നിർമ്മാതാവ് ശ്രീ സാജൻ വർഗീസിനോട് എന്താണ് ചോദിക്കാറുള്ളത്? നമ്മുടെ ചിത്രത്തെക്കുറിച്ച് ഒട്ടനവധി ചിത്രങ്ങൾ ചെയ്ത വ്യക്തിയാണ് നമ്മുടെ മുന്നിലിരിക്കുന്നത്. പിന്നെ ഇടക്കാലം കൊണ്ട് ഈ പേര് കാണുന്നില്ലായിരുന്നു. ഇപ്പോൾ ഇനി സിനിമയിലേക്ക് വരുമ്പോൾ എന്താണ് നിങ്ങൾക്ക് ചോദിക്കാനുള്ളത്? ദൈവത്തോട് ചോദിക്കാം, എല്ലാവരോടും ചോദിക്കാം. നിങ്ങളുടെ ചോദ്യം. ഇങ്ങനെയൊരു റിലീസുള്ള കാര്യം മമ്മൂക്കയെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മറുപടി എന്തായിരുന്നു? കാണട്ടെ എന്ന് പറഞ്ഞു. അദ്ദേഹത്തോട് സംസാരിച്ചു. നമുക്കുള്ള പ്രതീക്ഷ പോലാണ് അദ്ദേഹത്തിന്. അതെ അതെ ഇല്ല, അവനെ ഇറങ്ങിക്കഴിഞ്ഞ് അതിനിറങ്ങിയാൽ അതിന് കുറച്ചുകൂടെ പ്രയോജനം കിട്ടും. ആവനാടിയാണ് ആ ഇൻസ്പെക്ടർ ബൽറാമിന്റെ ബേസ്. ഇൻസ്പെക്ടർ ബൽറാം എങ്ങനെ ഉണ്ടായി? ആവനാഴിൽ കൂടെയാണ് ഉണ്ടായത്. നമ്മൾ 2 സിനിമയും കാണുമ്പോൾ രണ്ട് പ്രമേയമാണ്. ക്യാരക്ടർ ഇൻസ്പെക്ടർ ബൽറാം എന്നുള്ള ക്യാരക്ടർ ഉണ്ടായത് ആവനാഴിൽ നിന്നാണ്. അതുകൊണ്ട് ഇൻസ്പെക്ടർ ബൽറാം അത് എനിക്ക് വേറെ കമന്റ് ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ ആവനാഴി തന്നെ ആയിരിക്കും. അതെ അത് ആവനാഴി കാണുമ്പോൾ നമുക്ക് അറിയാമല്ലോ, 3 ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളുള്ളതാണ്. ഇന്നത്തെ സീമ, ഗീത, നളിനി. 3 ശക്തമായ സ്ത്രീ കഥാപാത്രത്തിന് ഉള്ളിൽ നിന്നാണ് ഇൻസ്പെക്ടർ ബൽറാം എന്നുള്ള വ്യക്തി വരുന്നത്. അപ്പൊ അതെങ്ങനെ അദ്ദേഹം ആ കലാകാരൻ എങ്ങനെ കണ്ടു, അത് എങ്ങനെ അത് കൊണ്ടുനടന്നു? ഇന്നത്തെ കാലഘട്ടത്തിൽ നടക്കത്തില്ല. അന്നത്തെ ഐ.വി. ശശി എന്ന് പറയുന്ന ഒരു കലാകാരനെ പോലെ ഒരു കലാകാരൻ ഉണ്ടായിട്ടില്ല എന്നെ സംബന്ധിച്ച്. കാര്യം നമ്മളിപ്പോഴത്തെ ഏത് പടങ്ങൾ നോക്കിയാലും ഒരു സ്റ്റാർ, ഇപ്പം മമ്മൂട്ടിയെ ബേസ് ചെയ്തിട്ട് മാത്രമാണ് പോകുന്നത്. അല്ലെങ്കിൽ ലാലാണെങ്കിൽ ലാലിനെ ബേസ് ചെയ്തിട്ടാണ് പോകുന്നത്. പക്ഷെ ഒരു സിനിമയിൽ വരുന്ന എല്ലാ കലാകാരന്മാർക്കും അതിൻ്റെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒരു സിനിമ ഉണ്ടാക്കുന്നത് വളരെ പ്രയാസമേറിയ കാര്യമാണ്. അത് ഐ.വി. ശശിയെ പോലുള്ള കലാകാരൻ സാധിച്ചു. അതിൻ്റെ വിജയമാണ് ആ കാലഘട്ടത്തിൽ. 38 വർഷം മുമ്പാണ് ഇത് സംഭവിച്ചതെന്ന് വിചാരിക്കണം. അന്ന് ഇത്രയും ടെക്നോളജി ഇല്ല. അതെ അന്ന് വളരെ ചലഞ്ചായിരുന്നല്ലോ. കാര്യം അന്ന് ആ കാലഘട്ടത്തിൽ
വളരെ റിസ്ക് എടുത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു ഞങ്ങളുടെ കമ്പനി. അപ്പം ആ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പണം മുടക്കി ചെയ്ത ഒരു സിനിമയാണ് അവനാടി. ആ റിസ്ക് എടുത്തു, അതിന് പ്രയോജനം കിട്ടി. നമ്മുടെ ശോഭരാജ്, ക്യാപ്റ്റൻ രാജു, അദ്ദേഹത്തിന്റെ ഒരു റീബർത്ത് അല്ല, ബെർത്താണ്. കാര്യം അത്ര ഒരു വില്ലൻ ഉണ്ടായതുകൊണ്ടാണ് ഇൻസ്പെക്ടർ ബൽറാമായി വന്നത്. എപ്പോഴും ഒരു നാഗനടന് ഒരു ശക്തമായ ഒരു വില്ലൻ വേണം. പണ്ട് കാലഘട്ടത്തില് ആദ്യ കാലഘട്ടത്തിൽ നസീർ സാർ വരുമ്പോ ഉമ്മർ സാറായിരിക്കും അതിന്റെ വില്ലൻ. ഏകദേശം വേറെ വില്ലൻ വന്നാൽ അന്ന് പടം വിജയിക്കത്തില്ല. പക്ഷെ അവനായി കൂടെ ഒരു ശോഭരാജ് എന്നുള്ളൊരു പുതുമുഖം, ഒരു നടൻ, അത്ര ശക്തമായ ഒരു കഥാപാത്രത്തിന് നമുക്ക് ശശി സാറിന് അത് അവതരിപ്പിക്കാൻ സാധിച്ചു. ശോഭരാജിന്റെ വിജയമാണ് ഇൻസ്പെക്ടർ ബൽറാമിന്റെ വിജയം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഇപ്പോൾ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് വലിയ വലിയ പടങ്ങളാണ്. ഇനി വരാനിരിക്കുന്നതും വലിയ പടങ്ങളാണ്. ബേസിലിൻ്റെ പടം വരാനുണ്ട്. ഇപ്പോൾ നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന മാർക്ക് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഐഡൻറ്റിറ്റി ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ രേഖാചിത്രം ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഈ നെക്സ്റ്റ് വീക്കിൽ തന്നെ മമ്മൂക്കയുടെ ഒരു പുതിയ റിലീസാവുന്നുണ്ട്. അപ്പോൾ ഈ ആവനാഴി എത്രത്തോളം പ്രേക്ഷകരെ സ്വീകരിക്കുന്നതാണ് പ്രതീക്ഷ? സിനിമ എന്ന് പറയുന്നത് പ്രതീക്ഷയാണ്. ഒരു ഗ്യാരണ്ടീഡ് ബിസിനസ്സായിട്ട് കരുതാൻ സാധിക്കത്തില്ല. സിനിമ എന്ന് പറയുന്ന ഇപ്പം മഞ്ഞുമേൽ ബോയ്സ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയൊരു ഒരു പിക്ചറാണ്. അത് പറയുന്നത് ശരിയാണെന്ന് എനിക്കറിയില്ല. അവരത് നിർമ്മിക്കാൻ പൂർത്തീകരിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുകയും പിന്നീട് അത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ലൊരു സിനിമയായി മാറി. അതേപോലെ തന്നെ പ്രതീക്ഷ വെക്കുന്ന പല പടങ്ങളും ഓടാതെയും പ്രതീക്ഷ വെക്കാത്ത പല പടങ്ങളും വൻ ഹിറ്റുകളായി മാറുകയും ചെയ്യുന്ന അതാണ് സിനിമ. പണ്ടും അതായിരുന്നു, ഇപ്പോഴും അതാണ്. പിന്നീട് ഞാനൊക്കെ സിനിമ എടുത്തോണ്ട് 1981 തൊട്ട് 91 വരെ 10 വർഷമാണ് ഞാൻ സിനിമ എടുത്തിട്ടുള്ളത്. ആ കാലഘട്ടത്തിൽ ഫാമിലി ഓറിയന്റഡ് പടങ്ങളായിരുന്നു കൂടുതൽ. ഞങ്ങളൊക്കെ ഇവിടെ തിയേറ്റേഴ്സൊക്കെ എനിക്ക് ഡിസ്ട്രിബ്യൂട്ടേഴ്സൊക്കെ ഇരിപ്പുണ്ട്. ഞങ്ങൾക്കൊരു മിനിമം ഗ്യാരണ്ടി ഒന്ന് കിട്ടുമായിരുന്നു. ഒരു അന്ന് ഈ ഇതുപോലെ 100 തിയേറ്ററോ 200 തിയേറ്റർ റിലീസിങ് ഇല്ല. മാക്സിമം കിട്ടുന്ന 21 തിയേറ്റർ അല്ലെങ്കിൽ 14 തിയേറ്റർ ഞങ്ങൾക്ക് റിലീസിങ് കിട്ടത്തുള്ളൂ. ബി കൂടെ ചേർത്തിട്ടാണ് 21 തിയേറ്ററിൽ ഇറങ്ങുന്നത്. പക്ഷെ എങ്ങനെ ഓടിയാലും അന്നൊരു 1200 പരം തിയേറ്റർ ഒരു 2 വർഷം കൊണ്ട് നമുക്ക് ഓടിക്കാൻ സാധിക്കുമായിരുന്നു. ഞങ്ങളുടെയൊക്കെ മിക്ക പടങ്ങളും മുടക്കം മുതലോ അതിൽ ചെറിയ ലാഭമോ കിട്ടുമായിരുന്നു. പക്ഷെ ഇന്നത്തെ കാലത്ത് അതല്ല. ഇന്ന് 10, 200, 200, 300 തിയേറ്റർ ഇറങ്ങുകയും ചിലപ്പോൾ ഫസ്റ്റ് ഷോ തന്നെ ഹോൾഡാറാവുകയും ചെയ്യുന്നതാണ് പ്രതിഭാസം. അല്ലെങ്കിൽ വൻ ഹിറ്റിലോട്ട് പോകുന്നു. അതുകൊണ്ട് സിനിമ ഇന്നും പ്രതീക്ഷയാണ്, നാളെ പ്രതീക്ഷയാണ്, എന്നും പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷ കൊണ്ടാണ് നിങ്ങളെല്ലാവരും ഇന്നിവിടെ കൂടിയിരിക്കുന്നത്. അത് പവൻകുമാറിനാണ് സാധിക്കുന്നത്. ഇത് നമ്മൾ ഓവർസീസ് പറഞ്ഞാൽ ദുബായ്, ഗൾഫ് കൺട്രി മൊത്തം രാജ്യത്ത് റിലീസുണ്ട്. പിന്നെ ലണ്ടൻ, അമേരിക്ക, മലേഷ്യയിൽ കൂടി റിലീസ് ചെയ്യാനുണ്ട്. വേൾഡ് വൈഡ് മൊത്തം റിലീസ് 17-ആം തീയതി. ഗൾഫ് കൺട്രി മൊത്തം ഉണ്ട്. ഖത്തർ, ദോഹ, ദുബായ് എല്ലാ സ്ഥലത്തും മൊത്തം 17-ആം തീയതി റിലീസ് ചെയ്യുന്നുണ്ട്. ഞാനപ്പോൾ ലണ്ടൻ കഴിഞ്ഞ ദിവസം സെൻസർ ചെയ്തിട്ടുണ്ട്, രാജ്യത്ത് സെൻസർ ആയിട്ടുണ്ട്. അപ്പോൾ മാക്സിമം കൺട്രിയിൽ റിലീസ് ചെയ്യുന്നുണ്ട്. കേരള വിട്ടിട്ട് കൂടി തമിഴ്നാട്, ബാംഗ്ലൂർ, ഹൈദരാബാദ് എല്ലാം കൂടി റിലീസുണ്ട്. തിയേറ്ററിന് ബുദ്ധിമുട്ടില്ല. ഒരു ഹിറ്റ് പടമാണ്. ഷോസ് ചിലപ്പോൾ കൂടുതൽ കിട്ടിയിട്ടുണ്ടാവില്ല. തിയേറ്ററെല്ലാം നമുക്ക് ആവശ്യമുള്ള തിയേറ്റർ കൂടുതൽ തിയേറ്റർ തന്നെ കിട്ടിയിട്ടുണ്ട്. കേരള വിട്ടിട്ട് കുറച്ച് തിയേറ്റർ പ്രശ്നമുണ്ട്. കാരണം തമിഴ് പടമെല്ലാം കൂടുതൽ റിലീസുള്ള കാരണം ചെന്നൈ ആണെങ്കിൽ തിയേറ്റർ കുറവ് കിട്ടിയുള്ളൂ. പക്ഷെ നമ്മൾ അത്ര എക്സ്പെക്ട് ചെയ്യാനേ ഉള്ളൂ. നമ്മൾ മെയിൻ എക്സ്പെക്ട് നമ്മൾ കേരളമാണ്. കേരള ഗൾഫ് കൺട്രീസാണ്. അപ്പോൾ നമുക്ക് നല്ല തിയേറ്റർ കിട്ടിയിട്ടുണ്ട്. ഈ 3-ാം തീയതി റിലീസ് മാറ്റുന്ന കാരണം 3-ാം തീയതി 8-9 പടം റിലീസുള്ള കാരണം നമ്മൾ റിലീസ് മാറ്റി വെച്ചാണ്. 3-ാം തീയതി കൂടി നമുക്ക് തിയേറ്ററുണ്ടായി. അപ്പോൾ ഇത് തിയേറ്ററിന് ഈ എല്ലാം കൂടി ഒന്നിച്ച് അത്ര പടം വരും. ചില പടം
വാദിക്കും, കാരണം നമ്മൾ 17-ാം തീയതി മാറ്റി വെച്ചിട്ടുണ്ട്. പടം നമ്മുടെ അവനായി പറഞ്ഞ പടം സെപ്പറേറ്റ് സബ്ജക്റ്റാണ്, പുതിയ പടമായിട്ട് കോമ്പാരിസൺ ഇല്ല. നമ്മൾ റിലീസ് ഒരു ഹിറ്റ് പടം ചെയ്യണമാണ്. പബ്ലിക് ഇങ്ങനെ അക്സെപ്റ്റ് ചെയ്യും നമുക്ക് അറിയില്ല. നമ്മുടെ ഇതിൽ ബെസ്റ്റ് നമ്മുടെ സൈഡിൽ റിലീസ് ചെയ്യാൻ വേണ്ടി ചെയ്യണമാണ് ഇതെല്ലാം. ഇപ്പോൾ സാറിനോടാണ് ഇപ്പോൾ വീണ്ടും എപ്പോഴും ഡിബേറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു വീക്കിൽ തന്നെ 5-6 മൂവീസ് റിലീസാവുന്നു. പക്ഷെ അത് എല്ലാ ഫാമിലീസിനും പോസിബിൾ ആണോ ഒരു വീക്കിൽ തന്നെ 6-7 മൂവീസ് കാണുന്നത്? കാരണം തിയേറ്ററിന് 150 റേറ്റ് അല്ലെങ്കിൽ 170, 200 റേറ്റ് ഒക്കെ വരുന്ന തിയേറ്ററാണ്. അത് ഒരു ഫാമിലി ആയിട്ട് വരുമ്പോൾ അത് 2000-നോ 1500-നോ വരും ഒരു ഫാമിലി വരുമ്പോൾ. അത് എല്ലാ പടത്തിനും പോസിബിൾ ആണോ വിചാരിക്കുന്നുണ്ടോ? ഇപ്പോൾ 7 റിലീസ് 6 റിലീസൊക്കെ ഒരു വീക്കിൽ വരുന്നത് നല്ലൊരു ക്വസ്റ്റ്യനാണ്. പക്ഷേ എത്ര സിനിമ വന്നാലും അത് കാണുവാൻ വേണ്ടി കാണികളുണ്ട്. അത് തിയേറ്ററിൻ്റെ അവൈലബിലിറ്റി ഇപ്പോൾ പണ്ടത്തെ പോലെ പ്രിന്റുകളൊന്നും എടുക്കേണ്ട, എല്ലാം സാറ്റലൈറ്റ് വഴിയാണ് ഇത് വരുന്നത്. അതുകൊണ്ട് മാക്സിമം തിയേറ്റർ കിട്ടുന്നു. ഇപ്പം ഒരാഴ്ച 2 ആഴ്ച ഒന്നും ഓടേണ്ട കാര്യമില്ല. ഒരു 3 ദിവസം ഒരു 100-200 തിയേറ്ററിൽ ഓടാൻ സാധിച്ചാൽ മുടക്ക് മുതലും അതിന് ലാഭവും കിട്ടുന്ന സാഹചര്യമാണ് ഇന്നുള്ളത്. നാളെ ഈ സാഹചര്യം മാറും. നാളെ ഈ റിലീസുകൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ റിലീസ് ചെയ്യാൻ സാധിക്കും. ആ ടെക്നോളജി ഉടൻ തന്നെ വരും. അപ്പോൾ 1-200 സിനിമ വന്നാലും ഞാനത് കാണും. ടെക്നോളജി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇത്രയും മൾട്ടിപ്ലക്സ് വരും ആരും പ്രതീക്ഷിച്ചില്ലല്ലോ. ഇപ്പം എൻ്റെ ഭാവനയിൽ ഇപ്പോൾ മിക്ക വീടുകളിലും ഹോം തിയേറ്റേഴ്സ് ഉണ്ട്. ഈ ഹോം തിയേറ്റേഴ്സിൽ ഡയറക്റ്റ് റിലീസ് വരാൻ അധികകാലം വേണ്ട. അത് കഴിഞ്ഞാൽ മൊബൈലിൽ വരും. അപ്പൊ ഇപ്പോ എന്താ സുഹൃത്തെ, നിങ്ങള് മൊബൈലിൽ കാണുന്ന പകുതി സിനിമ തിയേറ്ററിൽ പോയി കാണുന്നില്ല. നമ്മുടെ സൗകര്യമാണ്. ഇപ്പോൾ കാണുന്നത് തിയേറ്ററിൽ കാണുന്ന സിനിമ അതിൻ്റെ അനുഭൂതി വേറെയാണ്. പക്ഷെ നമ്മുടെ ഇന്നത്തെ നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ സൗകര്യം എല്ലാവരുടെയും സൗകര്യം ഇപ്പൊ മൊബൈൽ ഫോണിൽ കൂടാണ് നമ്മുടെ ജീവിതം നടക്കുന്നത്. എല്ലാം ഇപ്പൊ എന്റെ ബിസിനസ് ആണെങ്കിലും ഞാൻ ലോകത്തോടെ പോയാലും എന്റെ ബിസിനസ് നടക്കുന്ന മുഴുവൻ മൊബൈൽ കൂടെ. അതേപോലെ തന്നെ നമുക്ക് സമയം കിട്ടുമ്പോൾ സിനിമകൾ കാണുന്ന മൊബൈലിൽ കൂടെ തന്നെയാണ് ഇപ്പോൾ പലരും കാണുന്നത്. ഡയറക്ടർ റിലീസ് വരാൻ എനിക്ക് സമയം മാത്രമേ ഉള്ളൂ. അത് ഉടനെ തന്നെ വരും. അപ്പൊ ജനങ്ങൾ കൂടുതൽ സിനിമ കാണും. ഇപ്പോൾ അങ്ങനെ ഒരു ടെക്നോളജി എന്നും വളർന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. മൊബൈലിൽ കൂടെ സിനിമ എടുക്കുന്ന വ്യക്തികളുണ്ട്, വളരെ നല്ല രീതിയിൽ എടുക്കുന്നുണ്ട്. അപ്പം ഇതിനൊന്നും നമുക്ക് പിടിച്ചു കെട്ടാൻ സാധിക്കത്തില്ല. പൈസ മുടക്കാൻ സന്നദ്ധമുള്ളവർ കൂടുതൽ സിനിമകൾ എടുക്കും, കൂടുതൽ വരും. അതുകൊണ്ട് 5-6 എത്ര വന്നാലും ഓടേണ്ട പടങ്ങൾ ഓടാറുണ്ട്. അത് നമ്മൾ സ്വീകരിക്കുക അല്ലെങ്കിൽ തള്ളുക, അത്രേ ഉള്ളൂ. ബിസിനസ് എന്ന് പറഞ്ഞാൽ റിസ്ക് ആണ്. എല്ലാ സംരംഭത്തിനും റിസ്ക് ഉണ്ട്, ഇതിലും റിസ്ക് ഉണ്ട്. കാര്യം ഇത് നമ്മൾ ടെക്നോളജി മാത്രമല്ല ഇൻഡ്യൂസ് ചെയ്യുന്നുള്ളൂ. അതായത് സൗണ്ട്, ബാക്കി കാര്യങ്ങളിൽ ഇൻഡ്യൂസ് ചെയ്യും. പ്രമേയം അംഗീകരിക്കുകയോ ഇല്ല, ഇപ്പോഴത്തെ തലമുറ അംഗീകരിക്കുകയോ ഇല്ലെന്ന് നമുക്കറിയില്ല. കാര്യം നിങ്ങളെ ഞാൻ സിനിമ കുറ്റം പറയില്ല, ഇപ്പോഴത്തെ പല സിനിമകളിലും ഒരു പ്രമേയമില്ല. അത് ഒരു ചെറിയൊരു ത്രെഡ് എന്നാണ് പലതും വരുന്നത്. പഴയ സിനിമകളിൽ ഒരു നല്ലൊരു കഥയുണ്ട്, ആ കഥയിൽ നിന്നാണ് ആ സിനിമ വരുന്നത്. ഇപ്പൊ കഥയില്ല, ത്രെഡിൽ നിന്നാണ്. നമുക്കൊരു ചെറിയൊരു ഇൻസിഡന്റ് മതി ഒരു ഇതാണ്. ഇപ്പൊ മഞ്ഞുമേൽ ബോയ്സ്, ഒരാൾ താഴെ പോയി അതിനെ എടുക്കുന്ന ആ ഒരു ത്രെഡാണ്. അത് ആദ്യം കാണുന്നവര് അത് അത്ര വിജയിക്കുമെന്ന് വിചാരിച്ചില്ല, പക്ഷെ അത് ആൾക്കാർ കണ്ട് വിജയിച്ചു. അതുകൊണ്ട് ഇപ്പോൾ കോടി ക്ലബിൽ നേടിയെന്ന് പറയുന്ന പല പടങ്ങളുടെയും
ടെക്നോളജി കൊണ്ടാണ് ആ പടങ്ങൾ പലതും വിജയിച്ചിട്ടുള്ളത്. ഇപ്പോൾ അതായത് ഇപ്പം ഇതിനു മുമ്പ് ഇറങ്ങിയ ലാലേട്ടന്റെ പടമാണെങ്കിലും ഇറങ്ങിയിരുന്ന പല സിനിമകളിലും ഡ്യൂറേഷനിൽ വ്യത്യാസം ഉണ്ടായിരുന്നു. അതായത് ഒറിജിനൽ അന്ന് ഇറങ്ങിയിരുന്ന ആദ്യത്തെ പതിപ്പിന്റെ തന്നെ അപേക്ഷിച്ച് ചിലത് കട്ട് ചെയ്ത് കളഞ്ഞു. അങ്ങനെയുള്ള ചില വ്യത്യാസങ്ങൾ അങ്ങനെ വരുത്തിയിട്ടുണ്ടോ ഈ മൂവിയിൽ? ഇതിൻ്റെ അകത്ത് വരുത്തിയിട്ടില്ല, ഇതിൻ്റെ അകത്ത് അവനേഴി വരുത്തിയിട്ടില്ല. പക്ഷെ എല്ലാ പടങ്ങളും നമ്മൾ കാണുമ്പോൾ അത് തെറ്റ് പറയാൻ സാധിക്കത്തില്ല. പണ്ട് സിനിമ എടുത്തുകൊണ്ടിരുന്നപ്പം 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ വേണമെന്നാണ് ജനം ആഗ്രഹിക്കുന്നത്. കാര്യം അവർക്ക് തിയേറ്ററിൽ പോയി ഇരുന്ന് ചെറിയ ഷോർട്ട് ഫിലിം കാണാൻ താല്പര്യമില്ല. ഇപ്പോൾ ആൾക്കാർക്ക് ഇപ്പോൾ വേണ്ടത് ചെറിയ ഫിലിമാണ് വേണ്ടത്. അവർക്ക് തിയേറ്ററിൽ പോയി 2-3 മണിക്കൂർ ഇരിക്കാൻ താല്പര്യമില്ല. അപ്പം അവർക്ക് 2 മണിക്കൂർ കറക്റ്റായിട്ടുള്ള സിനിമയാണ്. പിന്നെ പഴയ സിനിമ എടുക്കുമ്പോൾ ഇപ്പം താങ്കൾ പറഞ്ഞ പോലെ എന്തെങ്കിലും കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ലാഗ് മനസ്സിലാവും. ആ ലാഗിൽ